മനസ്സിലായല്ലോ, പൂജാമുറിയാ. ആകാശേ, നീ ചാരുവിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ അവളി പൂജാമുറിയിലെ വിളക്കുകൊളുത്തിയല്ലേ തുടങ്ങിയത്? ജീവിതം. ചാരുവാണ് ഈ വീടിന്റെ വിളക്കെന്ന് അന്നേരം നിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അല്ലേ? അന്ന് മാത്രമല്ല, ഇപ്പോ കത്തിയിരിക്കുന്ന ഈ വിളക്ക് തെളിയിച്ചതും ചാരുവാ. പിന്നെ ഈ വീടിന്റെ വിളക്കാണ് ചാരുവെന്ന് അച്ഛൻ മാത്രമല്ല, ഞാനും പറഞ്ഞിട്ടുണ്ട് അവളോട്. കിച്ചൻ കൊള്ളാം, നന്നായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് ചാരു ആദ്യമായിട്ട് പാല് കാച്ചിയത് ഇവിടെ ആയിരിക്കും അല്ലേ? പറ ആകാശേ. അതെ, അന്ന് മാത്രമല്ല, ചാരു എന്നും പാല് കാച്ചുന്നത് ഇവിടെയാ. ഈ വീട്ടിലെ എല്ലാവർക്കും ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നതും ചാരുവാ. ഇത് അവളുടെ ലോകം, സ്നേഹത്തോടെ വെച്ചു വിളമ്പാൻ തുടക്കമിട്ട ലോകം. പോ. ഇതാണ് എന്റെ ബെഡ്റൂം. ചാരുവിന്റെ റൂമും ഇതാണല്ലേ? അതെന്താ നീ പറയാത്തത്? ശരിക്കും ആലോചിച്ചാ ഇത് നമ്മുടെ റൂം ആവേണ്ടതല്ലേ? ഇവിടെ തുടങ്ങി ലൈഫ് എൻജോയ് ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. നടന്നത് ആക്സെപ്റ്റ് ചെയ്യണം. എനിക്കിതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ആകാശേ. ഒന്നുകിൽ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. ആഗ്രഹിച്ചാ അത് നേടാതെ പിന്മാറരുത്. വാ, പോവാം. നീ എന്താ രക്ഷപ്പെട്ടു പോവാണോ? ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നില്ല. ഞാൻ എന്റെ ജീവിതം നോക്കിയാ പോകുന്നത്. അതുപോലെ നീയും നിന്റെ ജീവിതം നോക്കിക്കോ. അത് നടക്കില്ല ആകാശേ. നടന്നില്ലെങ്കിലേ ജീവിതകാലം മുഴുവനും ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. ആകാശേ, നീ നോക്കി പോകുന്ന നിന്റെ ജീവിതം എവിടെ എത്തുമെന്ന് നീ എത്രയും പെട്ടെന്ന് അറിയും. എന്താ പറഞ്ഞത് നീ? പറടി. ചേട്ടാ, അച്ഛൻ വിളിക്കുന്നുണ്ട്. നീ ചെല്ല്, ഞങ്ങളിപ്പോ വരാം. എടി, നീ എന്താണ് പറഞ്ഞു? പോകാം മിസ്റ്റർ ആകാശ്. വീടെല്ലാം കണ്ടാ വേണം. ഇഷ്ടായോ? ഇഷ്ടായി. വീട് കണ്ടപ്പോ ജീവിക്കുന്നെങ്കിൽ ഈ വീട്ടില് വേണോന്ന് തോന്നിപ്പോയി.